ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം ശക്തമാക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതേസമയം തന്നെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. അങ്ങനെ ആരോപണങ്ങളൊക്കെ തന്നെ രാഹുലിനെതിരെ നിൽക്കുമ്പോഴാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് എ ഗ്രൂപ്പിന്റെ ഒരു യോഗം ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട എങ്ങനെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സജീവമാക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഈ ചർച്ചാ വിഷയമടക്കം. രാഹുൽ ഇനി പാലക്കാടേക്ക് തിരിച്ചു വരാൻ ആകുമോ? ഷാഫിയുടെ ഒരു സംരക്ഷണത്തിൽ രാഹുലിന് ഒരു വലിയൊരു മടങ്ങിവരവ് അതൊക്കെ ഇനി പോസിബിൾ ആണോ? ഒരിക്കലും പോസിബിൾ അല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിയെ, അദ്ദേഹം MLA ആണെങ്കിൽ പോലും പാലക്കാട് ജനങ്ങൾ ഇനി അദ്ദേഹത്തിനെ പാലക്കാട്ടേക്ക് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ ജനം അതിന് ഒരിക്കലും കൂട്ടുവെക്കത്തില്ല. കാരണം എല്ലാ രീതിയിലും അയാൾ ഒരിക്കലും ഒരു MLA പദവിയിൽ ഇരിക്കാൻ യോഗ്യനില്ല എന്നുള്ളവരും ആ പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾ നിരവധി പേര് രംഗത്ത് വന്നിരിക്കുന്നു അയാൾക്കെതിരെ. വനിതാ MLA മാര്, ഘടകകക്ഷിയിലെ വനിതാ MLA മാര്, വനിതാ നേതാക്കന്മാര്, അതുപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ മുതിർന്ന പല നേതാക്കന്മാരും. ആ സ്ഥിതിക്ക് കേരളത്തിലെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ പാലക്കാടൻ ജനം അത് അംഗീകരിക്കത്തില്ല. ഇപ്പൊ ഷാഫി പറമ്പിൽ കുറെ എ ഗ്രൂപ്പുകാരെയും കൂട്ടിക്കൊണ്ട് ഇയാളെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ ഒരു പരിധിവരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജനസമ്മതി ഊതിവീർപ്പിച്ചാണെങ്കിലും അത് ഏതാണ്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. എന്തിനാണ് ഈ ഷാഫി പറമ്പിൽ ഇതുപോലെ കളങ്കിതനായ ഒരു വ്യക്തിയെ, സമൂഹത്തിന് പോലും ഒരു എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിനെ ചുമന്നുകൊണ്ട് വീണ്ടും അവിടെ കൊണ്ടുപോകുന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ ഷാഫി പറമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെ ആയിരിക്കുമല്ലോ. കേരള രാഷ്ട്രീയത്തിന് അനുകൂലമായ രീതിയിലുള്ള ഒരു നടപടിയാണോ അദ്ദേഹം സ്വീകരിക്കുന്നത്? അദ്ദേഹം ഇപ്പൊ നിഷേധിച്ചായിട്ടാണ് ഇപ്പൊ വാർത്തകൾ പുറത്തു അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലെന്നുള്ളത്. പക്ഷെ അങ്ങനെ ആലോചിച്ചു വാർത്തകൾ പുറത്തുവിട്ടപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നായിരിക്കും. ഇപ്പൊ ജനം നേരെ എതിരായപ്പോൾ താനത് അറിഞ്ഞില്ല എന്നും അങ്ങനെ ഒരു ആലോചന ഇല്ല എന്നും ഇപ്പൊ അദ്ദേഹം ഷാഫി പറമ്പിൽ ഇപ്പൊ പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള നാണക്കേട്, ലജ്ജാകരമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരം തെമ്മാടി കൂട്ടങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു ഛായയിൽ കേരളത്തിലെ സ്ത്രീജനങ്ങളെയും അവരുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെയും വനിതാ നേതാക്കന്മാരെയും എല്ലാം ഈ സോഷ്യൽ മീഡിയയുടെ വേട്ടയാടുകയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളിലൂടെ അന്തസ്സില്ലാത്ത രീതിയിൽ ആ വ്യക്തിത്വങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഞാനതാണ് പറഞ്ഞത്. ഈ വാസ്തവമാണ് പച്ച മലയാളത്തിൽ അത് തെമ്മാടി കൂട്ടങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. ഇത്തരം കൂട്ടങ്ങളെ വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് ഈ ഷാഫി പറമ്പിലുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ നമ്മളെ സ്ഥിരീകരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ ഒരു അരിമ സന്താനമായി VD സതീശന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ തഴച്ചു വളർന്ന ഒരു സ്ത്രീ പീഡകനെ ഇനിയും പാലക്കാടേക്ക് എത്തിച്ച് ഒരു വെല്ലുവിളിയുടെ ഭാഷയിൽ ജനങ്ങളെ അവബോധിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാടെ വോട്ടർമാർ അംഗീകരിക്കുക അസാധ്യമാണ്. കേരളത്തിൽ ഒരിക്കലും കേട്ടുപരിചയമില്ലാത്ത, കണ്ടുപരിചയമില്ലാത്ത, കേരളത്തിൽ ഒരിക്കലും അനുയോജ്യമല്ലാത്ത ഇത്തരം രാഷ്ട്രീയ പ്രാക്ടീസ് കേരളത്തിൽ ഇനിയും തുടരാനാണ് ഷാഫി പറമ്പിൽ മുതിരുന്നതെങ്കിൽ അത് കേരളത്തിന്റെ പൊതുബോധം അദ്ദേഹത്തിനെതിരാവും. അദ്ദേഹത്തിന്റെ ജനസമ്മതി ഇപ്പോൾ തന്നെ ഇടിച്ചു താർന്നിരിക്കുകയാണ്. അദ്ദേഹം വടകരയിൽ പങ്കെടുക്കുന്ന പല പരിപാടികളിൽ ഇപ്പോൾ ആളില്ലെന്നാവുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും അവിടെ എത്തുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ വളർച്ചയോടെ ശ്രദ്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇയാളെ പോലെയുള്ള ഒരു കളങ്കിതനെ, സാമൂഹ്യ വിരുദ്ധനെ, ഒരു സ്ത്രീ വേട്ടക്കാരനെ ഇനിയും പരീക്ഷിക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെ അത് പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാവൂ. അതുപോലെ തന്നെ ശ്രീ റെജി ലൂക്കോസ്, ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസ്, ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രധാന ആരോപണമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു കേസും ഒക്കെ തന്നെ മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കുന്നതൊക്കെ തന്നെയും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഈ എന്ത് ആരോപണം വന്നാലും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് ചില രാഷ്ട്രീയക്കാരുടെ സ്ഥിരം തൊഴിലാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഈ ID കാർഡ് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞില്ലേ, ID കാർഡ് എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇയാളെ ആ രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. എന്റെ പഞ്ചായത്തിൽ തന്നെ 21ഓളം ചെറുപ്പക്കാരുടെ പേരിൽ വ്യാജ ID, അത് തെളിവ് സഹിതം DYP പുറത്തുവിട്ടു. അവിടെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് വന്ന് അവിടെ അന്വേഷണങ്ങൾ നടത്തി 3 വട്ടം വന്ന് അവരോട് തെളിവെടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ കേരളം ഒട്ടും തന്നെ ലക്ഷക്കണക്കിന് വ്യാജ ID കൾ, അത് ഗൾഫിലുള്ളവരുടെയൊക്കെ പേരിലാണ് ഇവിടെ ID ഉണ്ടാക്കിയിരിക്കുന്നത്. CPM-ലും BJP-യിലും ലീഗിലും പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ പേരിൽ പോലും വ്യാജ ID ഉണ്ടാക്കിയിട്ടുണ്ട്. അന്യ സംസ്ഥാനക്കാർ, തമിഴ്നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ അതിനെതിരെ അവിടെ തമിഴ്നാട്ടിൽ കേസ് കൊടുത്തില്ലേ? തമിഴ്നാട്ടിലെ ഒരു യുവാവിന്റെ പേരിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ വ്യാജ ID ഉണ്ടാക്കി. അതായത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതുപോലെ വാർത്തയായിരുന്നു. അപ്പൊ വ്യാജ ID-യെ സംബന്ധിച്ചോട് അത് നിർമ്മിച്ച ഇടം അടൂർ പത്തനംതിട്ട ജില്ലയിലെ ചില
യൂത്ത് കോൺഗ്രസ്സാണ് നേതൃത്വത്തിലാണെന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവുകളേക്ക് ഉണ്ടെന്നാണ്. അവരിൽ നിന്നും നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറോ എല്ലാം കണ്ടുപിടിക്കുകയും അത് തെളിവായി സ്വീകരിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കർശനമായ രീതിയിലുള്ള നിയമ നടപടിക്ക് വിധേയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിന് തന്നെ ഒരു വിലയില്ലതായി. കാരണം വെച്ചാൽ ഇവരെന്ത് പറഞ്ഞാൽ കേരളത്തിൽ ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് രാഷ്ട്രീയ പ്രേരിതാണെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാലഘട്ടം പോയി. രാഷ്ട്രീയ പ്രേരിതമല്ല, കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ആ ശിക്ഷകളെ ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. അതിനുള്ള നടപടികളുമായിട്ട് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും. ഇയാളെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ അടൂർ ഭാഗത്തെ ഇയാളുടെ സിൽബന്ധികളായ 1-2 പേരുടെ ഫോൺ വരെ ഇപ്പൊ ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. നിശ്ചയമായിട്ടും അത് നിയമത്തിന്റെ മുമ്പിൽ വലിയ രീതിയിലുള്ള മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകുന്നതാണ് എന്റെ പ്രതീക്ഷ. വളരെ നന്ദിയുണ്ട് ശ്രീ റെജി ലൂക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.